ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ PBCയുടെ ട്രാക്ക് എൻട്രി ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻട്രോ പോലെ കൊടുക്കുന്ന വേറൊന്നുമല്ല, ഞാൻ ട്രാക്ക് എൻട്രി കാണാൻ പോയിട്ടില്ല. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 2 വീക്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്തായാലും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, ആൾ ഫ്രണ്ട്സൊക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വീഡിയോ ഇടണം, അപ്പോൾ ഒന്ന് കവർ ചെയ്ത് തരുമെന്ന് വെച്ചപ്പോൾ ആളെനിക്ക് ചേട്ടൻ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് താമസം എടുത്തു. അതുകൊണ്ടാട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിരുന്നു. അത്യാവശ്യം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കമൻസ് നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ കുറേ പേര് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഇടണമെന്ന്. 1 വർഷമായെന്ന് സത്യം പറഞ്ഞാൽ 1 വർഷം പോയോ ഓക്കെ. അപ്പോൾ 1-2 പേര് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുകയും ചെയ്തു, അപ്പോൾ ഇപ്രാവശ്യം പോയോ കാണാൻ പോയോ വീഡിയോ ഇടുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് വീഡിയോ ഇട്ടേക്കാം. ഞാൻ കാണാൻ പോയില്ലെങ്കിൽ എന്താ, നമുക്ക് വീഡിയോ കണ്ടാൽ പോരെ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ മാക്സിമം എന്നല്ല, ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം ആ ഒരു തുഴച്ചിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കൂടെ കേട്ടാലേ നമുക്ക് അത് കാണുമ്പോൾ ഒരു ആവേശം വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പലരുടെയും സൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ കാണും. ഇപ്പോൾ ഒരു പരിപാടിയില്ല, അപ്പോൾ അതിൻ്റെ ഒപ്പീനിയനും ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ്. അപ്പോൾ പലരും ബാക്ക്ഗ്രൗണ്ടിൽ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങളാരും കമൻ്റ് ഒന്നും ചെയ്യല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായമല്ലേ. അപ്പോൾ അതൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് ഇപ്രാവശ്യത്തെ വീഡിയോയ്ക്കും തരണം. പിന്നെ ഇപ്രാവശ്യം PBCയുടെ ഫാൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നൊക്കെ വീഡിയോ കാണുമ്പോൾ പറയാം. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ അത്യാവശ്യം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു. കുറേ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഡോളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും ട്രയലിൽ 2 വലിയാണുള്ളത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ്. അതിൽ ആദ്യത്തേതിൻ്റെ കുറച്ച് ഒന്ന് കിട്ടിയിട്ടുണ്ട്, എന്നാലും രണ്ടാമത്തെ ട്രയലിൻ്റെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ കണ്ടിട്ടാരും സ്കിപ്പ് അടിച്ച് പോയത്, രണ്ടാമത്തെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. PBC ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്രാവശ്യം PBC അറിയാമല്ലോ, നമ്മുടെ 4 വർഷമായിട്ട് ചാമ്പ്യന്മാരായിട്ടുള്ളവരാണ്. അവരുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ അവരുടെ കയ്യിൽ തന്നെയാണ് ട്രോഫി. അപ്പോൾ ഇപ്രാവശ്യവും അവർ തന്നെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കാരിച്ചാൽ ചുണ്ടനാണ്. കഴിഞ്ഞ പ്രാവശ്യം വിയ്യപുരം ചുണ്ടല്ലായിരുന്നു PBC കളിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടനും ജലരാജാവെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാരിച്ചാൽ ചുണ്ടൻ പ്ലസ് PBC വരുമ്പോൾ ആ ഒരു കോംബോ എന്തായാലും ഫയർ ആയിരിക്കുമെന്നാണ് നമ്മൾ ഫാൻസൊക്കെ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ ഇനി ഒരുപാട് വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ട്രേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുമൊക്കെ നമ്മൾ കുമരകം ബോട്ട് ക്ലബിൻ്റെ പിന്നെ UBCയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമൊക്കെ നമ്മൾ മാക്സിമം, നമ്മളല്ല, ഞാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് മാക്സിമം കവർ ചെയ്യാൻ പറയാം. അപ്പോൾ അതുമൊക്കെ ഇടണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്രാവശ്യം ഇതുപോലെ മുത്തുക്കുടയും ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമല്ലോ, അതിനേക്കാളും ഇരട്ടി ആൾക്കാരായിരുന്നു ഇപ്രാവശ്യം ട്രാക്ക് എൻട്രി കാണാൻ തന്നെ ഉണ്ടായിരുന്നത്. ഫുള്ള് ബോട്ടും ആൾക്കാരും ഒക്കെ ആയിരുന്നു ഫിനിഷിംഗ് പോയിന്റ്. ശരിക്കും വള്ളംകളിയുടെ ഒരു പ്രതീതി തന്നെ ആയിരുന്നു. ഫുള്ള് PBC ഫാൻസ് ആയിരുന്നു കേട്ടോ. ഒരു ബോട്ട് ക്ലബിൻ്റെ ഫാൻസാണ് ഇത്രയും ആൾക്കാർ. ട്രാക്ക് എൻട്രിക്ക് 2 വലിയ ഉണ്ടാകാതെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് 2 പ്രാവശ്യം അവർ തുഴയും. അപ്പോൾ ആദ്യത്തേൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് പുറകിലാട്ടോ എടുക്കുന്നത്. രണ്ടാമത്തിൻ്റെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം. ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്, എഡിറ്റിങ് കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് കുറച്ച് എക്സ്ക്യൂസ് ചെയ്തേക്കണം. കുറച്ച് ഇങ്ങനെ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന വോയിസൊക്കെ കേൾക്കും. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണണേ. 2 പ്രാവശ്യമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് തുഴയുന്നത്. അപ്പം ഞാൻ രണ്ടാമത്തെ തുഴച്ചിൽ ആദ്യം വിടുന്നത്, കാരണം അത് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി കയറ്റണം. ഈ ലെവലിൽ പോകും. ഒത്തിരി കയറ്റണം. അവരൊപ്പം ഒന്നും ഈ ലെവലിൽ പോകണം. അവർക്കൊരു
നേരത്തെ കിട്ടാം. നോക്കിയിട്ട് സൂം ചെയ്തെടുക്കണം. മൂന്ന് പന്ത്രണ്ടര ഇറങ്ങി. ഇത് രണ്ടാമത്തെ തുഴച്ചിലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇട്ടത്. അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയോണ്ടാണ് അത് ഇട്ടത്. ആദ്യത്തെ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണണേ. അപ്പോൾ ഓരോ തുഴച്ചിലും കഴിഞ്ഞ് അവർ തിരിച്ച് ബാക്ക് ടു സ്റ്റാർട്ടിങ് പോയിന്റ് പോകും അടുത്ത തുഴച്ചിലിന് വേണ്ടിയിട്ട്. ഇതാണ് കാരിച്ചാൽ ചുണ്ടൻ. ഇതിനകത്ത് ഏകദേശം ഒരു 10-75ഓളം തുഴച്ചിലുകാരുണ്ടാകും ഒരു ചുണ്ടൻ വള്ളത്തിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അടുത്ത തുഴച്ചിൽ അവർ ആദ്യം തുഴഞ്ഞ തുഴച്ചിലാട്ടോ. അപ്പോൾ അത് ഞാൻ രണ്ടാമതായിട്ട് അതൊന്നും കൂടെ ഒന്ന് കാണണേ.
അച്ചിക്കുട്ടാ ആ മസിലല്ല കാണിച്ച അതൊന്ന് കാണിച്ചു മസിലൊന്ന് കാണിച്ചേ മസില് മൊത്തം ബോട്ടല്ലോ കയറി വരാൻ പറ്റുന്നത് അതേ തുഴച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചിനാണ്. അപ്പോൾ അവൻ ഇപ്രാവശ്യം PBCയിൽ തുഴയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരുപാട് ആൾക്കാരാണ് ഇപ്രാവശ്യം വന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് ബോട്ടും സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ബോട്ടൊക്കെ എടുത്തിട്ടാണ് ട്രയൽ കാണാൻ വന്നത്. അപ്പോൾ ഇനി വള്ളംകളിക്ക് ഇനി എന്തായിരിക്കും എന്ന് അറിയത്തില്ല, എന്തായാലും ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇനി വള്ളംകളിന് August 10-നാണ്. എനിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല, അപ്പോൾ അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ഇടാം, അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ മറക്കാതെ കാണണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്